അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിന്ന് നിൽക്കുന്നത് മലപ്പുറം മഅദിൻ അക്കാദമിയിലാണ്. കേരളത്തിൽ തന്നെ അറിയപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണ് മഅദിൻ അക്കാദമി എന്നുള്ളത്. ആ മഅദിൻ അക്കാദമിയുടെ കൂടുതൽ വിവരങ്ങളിലേക്കും അതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും SS സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷഫ. നമ്മളിന്ന് ഈ കാണുന്ന മഅദിൻ അക്കാദമി വെറും ഒരു പള്ളി ദർസിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇന്ന് കാണുന്ന ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളോട് കിടപിടിക്കാവുന്ന രീതിയിൽ മഅദിൻ വളർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ഈ മഅദിൻ അക്കാദമിയുടെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ വിഷനും മിഷനും ക്രിയേറ്റിവിറ്റിയുമൊക്കെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്ക് മഅദിൻ അക്കാദമിയുടെ ഓരോ ക്യാമ്പസുകളും അതിൻ്റെ ഓരോ സ്ഥാപനങ്ങളിലേക്കൊക്കെ നമുക്ക് കടന്നു ചെല്ലാം. നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ കിടക്കാം. നമ്മൾ ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നത് മഅദിൻ സഖാഫത്തുൽ ഇസ്ലാമിയയിലെ അല്പം കോളേജുകളുടെ സ്ഥാപനങ്ങളുടെ പേരുകളും കാര്യങ്ങളൊക്കെയാണ്. അടിയിലായിട്ട് ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി എന്നൊക്കെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മഅദിൻ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് 6000-ഓളം വിദ്യാർത്ഥികൾ ഒരേ സമയം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ CBSE സ്കൂളുകളിൽപ്പെട്ട ഒരു സ്കൂളാണ് മഅദിൻ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത്. ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LKG മുതൽ ഉന്നത തലങ്ങൾ വരെയുള്ള ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണിത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ക്ലാസ്സുകൾ മുതൽ വരുന്ന കുട്ടികൾ ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ വെരി ഫ്ലുവൻ്റാണ് ഇവിടുത്തെ കുട്ടികൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. മഅദിൻ അക്കാദമിയുടെ മെയിൻ ഓഫീസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഅദിൻ്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട നിയന്ത്രിത കേന്ദ്രം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു മഅദിൻ അക്കാദമിയുടെ മെയിൻ ഓഫീസാണ് ഈ കാണുന്നത്. മഅദിൻ അക്കാദമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നായിട്ടുള്ള മഅദിൻ സാദത്ത് അക്കാദമിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങന്മാർ മാത്രം പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ അടുത്തതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മഅദിൻ മോഡൽ അക്കാദമിയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ, പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികൾ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി ഇപ്പോൾ ഒരുപാട് വലിയ വലിയ കോളേജുകളിലും അതുപോലെ തന്നെ ദർസി മേഖലകളിലുമൊക്കെ അവരുടെ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും വലിയ പ്രതിഭകളായിട്ടുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് മോഡൽ അക്കാദമി. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിനി അറിയാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം മഅദിൻ മോഡൽ അക്കാദമിയാണ്. 8ാം ക്ലാസ്സിൽ മുതൽ അഡ്മിഷൻ ആരംഭിച്ച് അതുപോലെ തന്നെ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസത്തോടു കൂടി കുട്ടികൾ ഉന്നത തലങ്ങളിലേക്ക് എത്തുന്ന ഒരു നല്ല ഒരു സ്ഥാപനമാണ് ഈ മോഡൽ അക്കാദമി. നമ്മളീ കാണുന്നത് മഅദിൻ അക്കാദമിയുടെ ലാൻഡ്മാർക്കായിട്ടുള്ള മഅദിൻ ഗ്രാൻഡ് മസ്ജിദാണ്. മലപ്പുറത്ത് എമ്പാടും ഗ്രാൻഡ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് മഅദിൻ അക്കാദമിയുടെ ഗ്രാൻഡ് മസ്ജിദാണ്. ഓരോ മാസവും ഉള്ള അറബിക് കലണ്ടർ പ്രകാരമുള്ള നമ്മുടെ ഇസ്ലാമികപരമായിട്ടുള്ള ഓരോ പരിപാടികളും ഓരോ വിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളിലെയും പ്രത്യേക പരിപാടികൾ, ദിക്ർ, ദുആ, മജ്ലിസുകളും മറ്റുമൊക്കെ തുടങ്ങി എല്ലാം നടന്നു വരുന്ന 20 വർഷമായി നടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ഈ ഗ്രാൻഡ് മസ്ജിദ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മഅദിൻ പോളിടെക്നിക് കോളേജിന് മുമ്പിലാണ്. ഇവിടെ പോളിടെക്നിക്ക് മാത്രമല്ല, മഅദിൻ എൻജിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് കോളേജ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പോളിടെക്നിക്കും അതുപോലെ തന്നെ MBAയും എൻജിനീയറിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കോളേജാണിത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നത് മൊത്തം എൻജിനീയറിങ് കോളേജിൻ്റെ അതുപോലെ തന്നെ പോളിടെക്നിക്കിൻ്റെ ഒക്കെ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്രയും ദൂരം വരുന്നത് അതിന് 2 വീലർ ആൻഡ് 3 വീലർ സർവീസ് ലാബാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ അവരുടെ വർക്ക്ഷോപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് മഅദിൻ കോളേജ് ഓഫ് ഫാർമസിയുടെ മുന്നിലാണ്. ഈ
ഈ കൊല്ലം പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ സംരംഭമാണ് മാദിൻ കോളേജ് ഓഫ് ഫാർമസി പരമായ എല്ലാവിധ വിഷയങ്ങളും മറ്റുമൊക്കെ ഈ ഒരു വലിയൊരു കോളേജിൽ ഉണ്ട് എന്നുള്ളതാണ്. മാദിൻ എജു പാർക്ക് ക്യാമ്പസിൻ്റെ മുൻവശത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടുത്തെ പ്രധാന കവാടമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ ഇതിന് മുമ്പിലായിട്ട് വരുന്നത് മാദിൻ ITI എന്ന് പറയുന്ന ക്യാമ്പസാണ്. മാദിൻ കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ് എജു പാർക്കിൻ്റെ ക്യാമ്പസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാദിൻ്റെ ആംബിൾ ഷോർ ഓർഫണേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കോളേജാണിത്. മാദിൻ റിബാത്തുൽ ഖുർആൻ കോളേജാണ് ഈ കാണുന്നത്. ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് ഖുർആൻ മനഃപ്പാഠമാക്കി ഇറങ്ങുകയും അവർ കർമ്മനിരതരായി അവരുടെ പല ഹിഫ്ള് മേഖലകളിലും അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പിറകിലിപ്പോൾ കാണുന്നത് മാദിൻ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതുപോലെ തന്നെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്നത് മാദിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. ആ കോളേജിൻ്റെ പരിസരങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ BCom, BBA, അതേപോലെ തന്നെ BA ഇംഗ്ലീഷ്, BSc മൈക്രോബയോളജി, BSc സൈക്കോളജി തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാദിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാദിൻ്റെ ഏകദേശം സ്ഥാപനങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.